ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എ സജീവൻ, നിലവിൽ ഇപ്പോൾ ഇപ്പൊ നമ്മൾ അറിഞ്ഞു 2 സീറ്റ് മാത്രമാണ് ലീഗിന് എന്നുള്ളത്. പക്ഷെ വയനാട് ലക്ഷ്യമുണ്ടായിരുന്നു ലീഗിനെ സംബന്ധിച്ച്. രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ താങ്കളുടെ ഒരു നിരീക്ഷണം വെച്ച് എങ്ങനെയായിരിക്കും? ഇപ്പൊ MM ഹസന്റെ പേരൊക്കെ വയനാട്ടിൽ കേൾക്കുന്നുണ്ടെങ്കിലും ലീഗിന്റെ കോട്ടയായ വയനാട് എന്ന് തന്നെ നമുക്ക് അതിനെ പറയേണ്ടി വരും. അപ്പം അവിടെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആനി രാജയ്ക്കെതിരാകും? അതുപോലെ തന്നെ ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? ഇവിടെ പ്രധാനമായി സാമുദായിക സംവാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആലപ്പുഴ സീറ്റിൽ അത് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ടാവും UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ? നമ്മൾ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനൊക്കെ താരതമ്യപ്പെടുത്തേണ്ടത് 2019 തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിൽ നേരത്തെ പൊടിപ്പാറ് പറഞ്ഞ പോലെ ആലത്തൂർ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം ഉണ്ടാവുക, അവിടെ ശബരിമലയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിൽ മൊത്തമായിട്ട് അന്നുണ്ടായിരുന്നത് ഒരു വിചാരം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അതിപ്പോഴില്ല. അപ്പൊ ഈ രാഹുൽ ഗാന്ധി ഇപ്പോ വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ പോലും പഴയതുപോലെ 2019 പോലെ അത്തരം ഒരു തരംഗം ഉണ്ടാവില്ല. പിന്നെ സാധാരണ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട് മാറും, പോരാട്ടങ്ങൾ നടക്കും, ആ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആവുമ്പോൾ ആനി രാജയ്ക്കെതിരെ നിർത്തേണ്ട സ്ഥാനാർത്ഥി ശക്തയല്ലെങ്കിൽ, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സത്യൻ മൊകേരി അവിടെ പിടിച്ചു കുലുക്കിയിട്ടുള്ള സ്ഥലമാണ്. UDF-ന്റെ മണ്ഡലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രീതി അവിടെ LDF-നുണ്ട്. പലപ്പോഴും LDF അവിടെ ഒറ്റക്കെട്ടായിട്ട് ശക്തമായിട്ട് നിന്ന സമയത്ത് ഇപ്പോഴും പല വയനാട്ടിലെ പോലെ നിയമസഭാ മണ്ഡലങ്ങൾ പലതും അവരുടെ കയ്യിലേക്കാണ് പോയത്. അപ്പൊ ആ പ്രശ്നമുണ്ട്. ഇപ്പൊ ആകെ ഈ ഏറനാടും നിലമ്പൂരും മാത്രമായി പണ്ട് UDF-ന്റെ കയ്യിലായിരുന്നു. ബാക്കിയെല്ലാം LDF-ന്റെ കയ്യിലേക്ക് പോയിരുന്നില്ല. നിലമ്പൂര് പോലും പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ഒരു സ്ഥലത്തേക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. MM ഹസനെ പോലെ ഒരാൾ വന്നുകൊണ്ടൊന്നും അത് ജനങ്ങളെ സ്വാധീനിക്കാവുന്ന, മുസ്ലിം ആണ് എന്നതുകൊണ്ട് സ്വാധീനിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാവണമെന്നില്ല. അപ്പൊ അതൊരു പ്രശ്നം തന്നെ. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പിന്നെ ആര് എന്ന് പറയുന്ന പ്രശ്നമാണ്. അത് വയനാടിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളുടെയും. ആലപ്പുഴയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു സുനാമി, അത് ശബരിമല സുനാമി ആണെങ്കിലും രാഹുൽ ഗാന്ധി സുനാമി ആണെങ്കിലും ഇത്രയൊക്കെ ശക്തമായിട്ട് ഉണ്ടായിട്ട് പോലും ആലപ്പുഴ പിടിച്ചു എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ബാക്കിയുള്ള എല്ലാ 19 മണ്ഡലങ്ങളും പോയിട്ടും ആലപ്പുഴ പിടിച്ചു നിന്നില്ലേ? അപ്പൊ അവിടെ അത്തരം സ്ഥലത്ത് അവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും വേണുഗോപാൽ തന്നെയാണ്. കാരണം അവിടെ അദ്ദേഹം പഴയ MP ആണ്. ഇപ്പൊ വേണമെങ്കിൽ സംഘടന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹത്തിന് കുറെ കൂടി ശക്തിയുണ്ട്. അതല്ലാതെ ആലപ്പുഴയിൽ നിന്ന് പരിഗണിക്കപ്പെടാവുന്ന, എനിക്കറിയാവുന്ന ഈ ആളുകളുടെ പേരൊക്കെ ഞാൻ വെച്ച് നോക്കിയിട്ടും അതൊരു വലിയ സാധ്യതയായി കാണുന്നില്ല. അപ്പൊ അവിടെ ആലപ്പുഴയിലേക്ക് ഒരു വിന്നബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് കിട്ടണമെങ്കിൽ അത് കുറച്ച് പരീക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് വേണുഗോപാലിന്റെ പേരൊക്കെ പറയുന്നത്. അതേപോലെയാണ് വയനാട് രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ കേരളത്തിലെ ബാക്കിയുള്ള മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പോലും വലിയ പ്രശ്നമുണ്ട്. കാസർഗോഡിന്റെ കാര്യത്തിലും കണ്ണൂരിന്റെ കാര്യത്തിലും വടകരയുടെ കാര്യത്തിലൊക്കെ പ്രശ്നമാണ്. വടകരയുടെ കാര്യം നമുക്കറിയാവുന്നല്ലോ. ഇപ്പൊ ഒരു ഇരയല്ല KK ശൈലജ എന്ന് മുരളി പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. അവര് CPM-ന് വെക്കാവുന്ന ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല പലപ്പോഴും രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വീണ്ടും അവരുടെ LDF-ന്റെ കയ്യിലേക്ക് അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, മലയാള മനോരമ ന്യൂസിന്റെ സർവേയിൽ ആദ്യം കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു സർവേ 2-3 മാസം മുമ്പേ അവര് പറയുന്ന മണ്ഡലങ്ങൾ ആദ്യം UDF നഷ്ടപ്പെടാവുന്ന ഒരു മണ്ഡലമായിട്ടാണ് വടകരയിൽ കാണുന്നത്. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം. പക്ഷെ വടകരയിൽ ശ്രദ്ധിക്കേണ്ടത് മുരളീധരനുള്ള ബന്ധങ്ങൾ കൂടിയാണ്. ഇപ്പം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളോട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ലീഗ് ഇത്രയ്ക്ക് അർഹരായിട്ട് മുന്നണിയിൽ മറ്റാരുമില്ല 3ാം സീറ്റ് ചോദിക്കാൻ എന്നുള്ള തരത്തിലൊക്കെയാണ് K മുരളീധരൻ സംസാരിച്ചത്. അപ്പം അങ്ങനെ ചേർത്ത് പിടിക്കുന്ന കുറെ ബന്ധങ്ങൾ കൂടിയുണ്ട് മുരളീധരൻ അവിടെ. അതുകൊണ്ട് കാര്യമായില്ല. ഇപ്പൊ മുരളീധരൻ ഈ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ലീഗിന് അനുകൂലമായിട്ട് K മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്? കാരണം അങ്ങ് കൊടുക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അദ്ദേഹം വടകര കൊടുക്കാനുള്ള താല്പര്യത്തിൽ പറഞ്ഞല്ല, ലീഗിന്റെ താല്പര്യം വെച്ചുകൊണ്ട് പോലും പറയുന്നതല്ല. അദ്ദേഹത്തിന് അറിയാം വടകര പോലുള്ള മണ്ഡലത്തിൽ ലീഗിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ലീഗിന്റെ പരമാവധി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ അവിടെ ജയിക്കൂ. നമുക്കറിയാം ആദ്യത്തെ തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ മത്സരിക്കുന്ന സമയം ഞാൻ ഇവിടെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല.
ലീഗിന്റെ നേതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ തയ്യാറായത്. അപ്പൊ അങ്ങനെ ഒരു പിന്തുണ അവിടെ ആദ്യത്തെ ഘട്ടത്തിൽ മുല്ലപ്പള്ളിയെ ജയിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. രണ്ടാമത് ഉള്ള ജയവും മുസ്ലിം ലീഗിന്റെ പിന്തുണയിലാണ്. മുരളിയുടെ ജയമൊക്കെ അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണ കഴിഞ്ഞ പ്രാവശ്യം അതുണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടാവേണ്ട സ്ഥാനാർത്ഥി ഇപ്പുറത്ത് ശക്തനാണോ ശക്തയാണോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മുരളീധരന് ഏറ്റവും കൂടുതൽ നേരിടാവുന്ന വെല്ലുവിളി സ്ഥാനാർത്ഥിയുടെ പേഴ്സണാലിറ്റിയാണ്, സ്ഥാനാർത്ഥിയുടെ ശക്തിയാണ്. അവിടെ ലീഗിന്റെ പിന്തുണ കൂടി കിട്ടണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടാകും.